നമസ്കാരം. പാകിസ്ഥാനിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അജ്ഞാതന്റെ വിളയാട്ടമാണ്. നമുക്കറിയാം, മുൻപ് UK-യിലും കാനഡയിലുമൊക്കെ ആയിരുന്നു അജ്ഞാതർ ഖാലിസ്ഥാൻ ഭീകരരെയും അല്ലെങ്കിൽ അത്തരത്തിൽ ഗുണ്ട ഗാങ്സ്റ്ററുകളെയൊക്കെ കൊന്നു തള്ളിയിരുന്നതെങ്കിൽ ഇപ്പോൾ അജ്ഞാതൻ ഏറ്റവും അധികം പണിയെടുക്കുന്നത് പാകിസ്ഥാനിൽ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാനിലെ അധോലോക ഗുണ്ടയായ അമീർ ബാലസ് ടിപ്പു കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ കൊലപാതകത്തിന് പിന്നിൽ അജ്ഞാതൻ തന്നെയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ലാഹോറിൽ ചുങ് മേഖലയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കവെയാണ് അജ്ഞാതൻ എത്തി ഈ ഗുണ്ടയായ അമീർ ബാലസ് ടിപ്പുവിനെ കൊലപ്പെടുത്തിയതെന്ന് കൂടി പറയപ്പെടുന്നു. 2010 അല്ലാമ ഇഖ്ബാൽ വിമാനത്താവളത്തിൽ മാരകമായ ആക്രമണത്തിന് ഇരയായ ടിപ്പു ട്രക്കൻവാല എന്ന ആരിഫ് അമീറിന്റെ മകനാണ് ഈ അമീർ ബാലസ് ടിപ്പു എന്ന് പറയുന്നത്. പോലീസ് റിപ്പോർട്ടുകൾ പ്രകാരം അക്രമി ബലാജിനും മറ്റ് 2 അതിഥികൾക്കും നേരെ വെടിയുതിർക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് ഈ അജ്ഞാതന്റെ സാന്നിധ്യം വിവാഹ സൽക്കാര ചടങ്ങിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തം. പ്രത്യാക്രമണത്തിൽ ബലാജിന്റെ സായുധ കൂട്ടാളികൾ തിരിച്ചടിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായി ഈ വിവാഹ ചടങ്ങിലെത്തി കൊലപാതകം ആസൂത്രണം ചെയ്ത അജ്ഞാതൻ കൊല്ലപ്പെട്ടു എന്നുകൂടി പറയപ്പെടുന്നു. പിന്നാലെ ബാലജിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിൽ പോലും മരണം സംഭവിക്കുകയായിരുന്നു. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: ഒരു അജ്ഞാതൻ മാത്രമല്ല പാകിസ്ഥാനിൽ നിറഞ്ഞു നിൽക്കുന്നത്, മറിച്ച് ഗുണ്ട ഗാങ്സ്റ്ററുകൾക്കെതിരെയും ഭീകരവാദികൾക്കെതിരെയും ഒക്കെ അവിടെ വലിയ പോരാട്ടം തന്നെ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ പല തവണയും അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ആദ്യമായാണ് അജ്ഞാതനെ ഒരു തിരിച്ചടി ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രത്യാക്രമണത്തിൽ ഈ അജ്ഞാതൻ കൊല്ലപ്പെടുന്നത്. ഈ അക്രമിയുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും ഇതുവരെയും പാകിസ്ഥാൻ പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും ഒരു വലിയ വിറങ്ങലിപ്പ് തന്നെ പാകിസ്ഥാനിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന് ശേഷവും അക്രമ പരമ്പരകൾക്ക് അവിടെ പഞ്ഞമില്ല. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.